ഗുഡ് മോർണിംഗ്. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഓഡിറ്റ് നോട്ട്ബുക്ക് ഓർ ഓഡിറ്റ് മെമ്മോറാണ്ടമാണ്. ഓഡിറ്റ് നോട്ട്ബുക്ക് ഈസ് ദ ബുക്ക് kept by the audit clerk. It is registered or diary maintained by audit clerk during the course of audit. അതായത് ഓഡിറ്റ് മെമ്മോറാണ്ടം അല്ലെങ്കിൽ ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത് ഓഡിറ്റ് ക്ലർക്ക് കീപ്പ് ചെയ്യുന്നൊരു ബുക്കാണ്. അത് രജിസ്റ്റർ ആയിരിക്കാം, ഡയറി ആയിരിക്കാം. ഓഡിറ്റ് ക്ലർക്ക് ആ ഒരു ഓഡിറ്റ് നടത്തുന്ന സമയത്ത് കീപ്പ് ചെയ്യുന്ന ബുക്കിനെയാണ് നമ്മൾ ഓഡിറ്റ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. ഫോർ എവറി ഫേം ദാറ്റ് ഹി ഓഡിറ്റ്സ് ദ ഓഡിറ്റർ മെയിൻറ്റെയിൻസ് സെപ്പറേറ്റ് നോട്ട്ബുക്ക് ഇൻ വിച്ച് ഓഡിറ്റ് ക്ലർക്ക് നോട്ട്സ് ഡൗൺ മെനി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഡിഫിക്കൽട്ടീസ് ആൻഡ് ന്യൂ പോയിന്റ്സ് വിച്ച് ഹി ഹാസ് ടു ബി ഡിസ്കസ് വിത്ത് ഹിസ് സീനിയർ ഓഫീസർ ടു ദ ഓഡിറ്റ്. അപ്പോൾ നമ്മളൊക്കെ ലെക്ചർ നോട്ടൊക്കെ പോലെ ഓഡിറ്റ് കഴിയുന്ന സമയം വരെ ഓഡിറ്ററുടെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെന്താ പറയുക, പുതിയ എന്തെങ്കിലും പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൽ രേഖപ്പെടുത്തുക. അതിന് ഏതൊക്കെ പോയിൻറ്റ്സാണ് നമ്മൾ ബാക്കി ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടോ, അത്തരത്തിലുള്ള ഡീറ്റെയിൽസൊക്കെയാണ് അതിൽ നമ്മൾ എഴുതുന്നത്. പോയിൻറ്റ്സ് വിച്ച് റിക്വയർ ഫർദർ ക്ലാരിഫിക്കേഷൻ എൻക്വയറീസ് മെയ്ഡ് ആൻഡ് റിപ്ലൈസ് റിസീവ്ഡ്. നമുക്ക് എന്തൊക്കെ റിപ്ലൈസ് കിട്ടിയും അല്ലെങ്കിൽ മറുപടി എന്ത് കിട്ടി, നമ്മൾ എന്തൊക്കെ അന്വേഷിച്ചു, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ആ ഓഡിറ്റ് നോട്ട്ബുക്കിൽ എഴുതുന്നത്. അതിനെയാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് എക്സാമിന്. ദെൻ നെക്സ്റ്റ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് സെപ്പറേറ്റ് നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലാരിഫിക്കേഷൻ കിട്ടാറുണ്ട്. ഒരു പെർമനൻറ്റ് റെക്കോർഡായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓഡിറ്റിന്, സബ്സിക്വൻറ്റ് ഓഡിറ്റിന് നമുക്കത് ഹെൽപ്ഫുള്ളാണ്. ഒരു ഡോക്യുമെൻ്റ് എവിഡൻസ് ആണ് ഓഡിറ്ററുടെ. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയൊക്കെ ആണെങ്കിൽ ദ ഓഡിറ്റർ കുഡ് ഡിഫെൻഡ് ഹിംസെൽഫ് സക്സസ്ഫുള്ളി ബൈ പ്രൊഡ്യൂസിങ് ഹിസ് വെൽ മെയിൻറ്റെയിൻ ഓഡിറ്റ് നോട്ട്ബുക്ക് ആസ് ഡോക്യുമെൻ്ററി എവിഡൻസ്. ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് സബ്മിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഇറ്റ് എനേബിൾസ് ദ ഓഡിറ്റർ ടു റെക്കോർഡ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. നമുക്ക് മനസ്സിലാവും. ദെൻ നെക്സ്റ്റ് ഇറ്റ് ആക്ട് ആസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ ഫേവർ ഓഫ് ഓഡിറ്റർ ഇൻ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് നമുക്കൊരു ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് കീപ്പ് ചെയ്യാം. ഇറ്റ് ഹെൽപ്സ് ടു പ്രിപ്പയർ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്യാൻ ആൾസോ ബി എ ഗൈഡ് ഫോർ ഓഡിറ്റ് ക്ലർക്സ് ഡ്യൂറിങ് എ സബ്സിക്വൻറ്റ് ഓഡിറ്റ്. നമ്മുടെ സബ്സിക്വൻറ്റ് ഓഡിറ്റിന് ഇത് ഹെൽപ്ഫുള്ളാണ്. ഇറ്റ് ഈസ് എ ടൂൾ ടു മെഷർ ദ എഫിഷ്യൻസി ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് സ്റ്റാഫിന് ഉള്ള ഒരു ടൂളായിട്ട് അല്ലെങ്കിൽ അവിടെ മെഷർ ചെയ്യാനുള്ള ടൂളായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇനി എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? ഇറ്റ് മേ ക്രിയേറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ ക്ലയൻറ്റ് സ്റ്റാഫ് ആൻഡ് ദ ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് സ്റ്റാഫും ക്ലയൻറ്റ് സ്റ്റാഫും നമ്മളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ചിലപ്പോൾ വഴിതെളിയിക്കാറുണ്ട്. ഇഫ് ദ ഓഡിറ്റ് നോട്ട്ബുക്ക് ഈസ് നോട്ട് പ്രോപ്പർലി ആൻഡ് കെയർഫുള്ളി പ്രിപ്പയർഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എവിഡൻസ് അഗെയിൻസ്റ്റ് ദ ഓഡിറ്റർ ഫോർ നെഗ്ലിജൻസ്. അതായത് ഓഡിറ്റ് നോട്ട്ബുക്ക് പ്രോപ്പറായിട്ട് കെയർഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ അതൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് സൂക്ഷിക്കാനായിട്ട്. ഇറ്റ് ഡെവലപ്സ് എ ഫോൾട്ട് ഫൈൻഡിങ് ആറ്റിറ്റ്യൂഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് സ്റ്റാഫിൻ്റെ ഇടയിൽ ഒരു ഫോൾട്ട് ഫൈൻഡിങ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് ചിലപ്പോൾ സാധ്യമാക്കാറുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ നിങ്ങൾ ഓഡിറ്റ് മെമ്മോറാണ്ടം എന്താണ്, ഓഡിറ്റ് നോട്ട്ബുക്ക് എന്താണ് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. നന്നായി പഠിക്കുക. ദ നെക്സ്റ്റ് ഡോക്യുമെൻറ്റേഷൻ. The auditor should collect and preserve all documents relating a client and audit according to their importance or materiality, and these statements include statements, notes, copy of minutes, detailed documents, reply to letters and other valuable information pertaining to accounts under audit. These documents are properly arranged and preserved careful. properly arranged and preserved careful ആയിട്ടുള്ള ഡോക്യുമെൻ്റ് നമ്മൾ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. പല സ്റ്റേറ്റ്മെൻറ്റുകൾ, നോട്ടുകൾ, മിനിറ്റിൻ്റെ കോപ്പി, ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ്സ്, ലെറ്ററിനുള്ള റിപ്ലൈകൾ, അങ്ങനെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. The auditor should document matters which are important in providing evidence that the audit was carried out in accordance with the basic principles. അപ്പോൾ ഇങ്ങനെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നതിനുള്ളൊരു ഗുണം എന്താ വെച്ചാൽ ഓഡിറ്റ് പ്രോപ്പറായിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് തന്നെയാണ് ഓഡിറ്റ് വർക്ക് നടക്കണേ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ദീസ് ഫയൽസ് ആർ കോൾഡ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ആൻഡ് ദീസ് ഫയൽസ് ആർ ഡോക്യുമെൻ്ററി എവിഡൻസ്. അതിന് വർക്കിംഗ് പേപ്പർ എന്നും അതിന് നമ്മൾ ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് കാണാനും ചിലപ്പോൾ സാധിക്കാറുണ്ട്. ഇനിയൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ICAI, the auditor should document matters which are important in providing evidence that the audit was carried out in accordance with the basic principles of audit.
അതായത് ഡോക്യുമെൻറ്റേഷൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ദ ഓഡിറ്റർ ഷുഡ് ഡോക്യുമെൻറ്റ് മാറ്റേഴ്സ് വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രൊവൈഡിങ് എവിഡൻസ്. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജുകളുള്ള ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ ഒരു ഓഡിറ്റർ മെയിൻറ്റെയിൻ ചെയ്തത് പ്രൊവൈഡിങ് എവിഡൻസിന് വേണ്ടിയിട്ട് ദാറ്റ് ഓഡിറ്റ് വാസ് ക്യാരിഡ് ഔട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ആ ബുക്കുകളൊക്കെ ഓഡിറ്റ് പ്രിൻസിപ്പിളിനനുസരിച്ചിട്ട് തന്നെയാണോ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ മീനിങ് പറയുന്നുണ്ട്. The auditor should preserve all documents relating to audit on all important matters which might be used for future reference for the preparation of audit report and may be projected as an evidence of the audit have been carried out in accordance with the basic audit principles. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഓഡിറ്റ് ബേസിക് പ്രിൻസിപ്പിൾസ് എല്ലാം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡിസൈൻ ഓഫ് വർക്കിംഗ് പേപ്പർ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോളോയിങ് മാറ്റേഴ്സ്. താഴെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് വർക്കിംഗ് പേപ്പറിൻ്റെ ഡിസൈനിങ്ങിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് നേച്ചർ ഓഫ് എൻഗേജ്മെൻറ്റ്, ദ ഫോം ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, നേച്ചർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ ക്ലയൻറ്റ്സ് ബിസിനസ് ആൻഡ് ദ നേച്ചർ ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ക്ലയൻറ്റ്സ് റെക്കോർഡ്സ് ആൻഡ് ഡിഗ്രി ഓഫ് റിലയൻസ് ഓൺ ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് ദ നീഡ് ഇൻ പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസ് ഫോർ ഡയറക്ഷൻസ്, സൂപ്പർവിഷൻസ് ആൻഡ് റിവ്യൂ ഓഫ് ദ വർക്ക് പെർഫോംഡ് ബൈ അസിസ്റ്റൻസ്. അല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ ഏത് രീതിയിലുള്ള നേച്ചറാണ് നമ്മൾ എൻഗേജ് ചെയ്യുന്നത്. അതുപോലെ എന്താ പറയുക ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫോം എന്താണ്, അതിൻ്റെ നേച്ചർ, അതിൻ്റെ കോംപ്ലക്സിറ്റി എത്രത്തോളം സങ്കീർണത ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പറയുന്നതാണ് ക്ലയൻറ്റുകളുടെ കണ്ടീഷൻസ്, നേച്ചർ, റെക്കോർഡുകളുടെ കണ്ടീഷൻസ്, എത്രത്തോളം റിലയൻസ് വേണം, എത്രത്തോളം ഇൻറ്റേർണൽ കൺട്രോൾ വേണം എന്നുള്ള കാര്യങ്ങൾ. പിന്നെ പറയുന്നതാണ് പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസ്, ഡയറക്ഷൻ, സൂപ്പർവിഷൻ ആൻഡ് റിവ്യൂ ഓഫ് ദ വർക്ക് പെർഫോംഡ് ബൈ അസിസ്റ്റൻസ്. ഡയറക്ഷൻ വേണ്ട സമയം, സൂപ്പർവിഷൻ വേണ്ട സമയം, അല്ല എന്തെങ്കിലും റിവ്യൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഏതാണെന്നുള്ളത് നമുക്കിതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ വർക്കിംഗ് പേപ്പർ അതിൽ വരുന്നത്. നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ഓർ ഓഡിറ്റ് ഫയൽസ്. എന്താണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ, ഇൻ കണക്ഷൻ വിത്ത് ദ ഈച്ച് ഓഡിറ്റ് ദ ഓഡിറ്റർ വിൽ ബി ഹാവിങ് എ നമ്പർ ഓഫ് ഡീറ്റെയിൽ ഡോക്യുമെൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓഡിറ്റർ ഒരു ഓഡിറ്റിംഗ് നടത്തുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ്, നോട്ട്സ്, മിനിറ്റ്സ്, പല വാല്യബിൾ ഇൻഫർമേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട്. ഇതെല്ലാം പ്രോപ്പറായിട്ട് തന്നെയാണോ അറേഞ്ച് ചെയ്തതെന്നുള്ളത് നമ്മൾ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കണം. ദിസ് പേപ്പേഴ്സ് ആർ പ്രോപ്പർട്ടി ഓഫ് ദ ഓഡിറ്റ്. ഓഡിറ്റ് ഒരു പ്രോപ്പർട്ടി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. നമ്മൾ പല ആക്ഷനുകളിലും പല ആവശ്യങ്ങളിലും നമ്മൾ ചിലപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. ദീസ് ഫയൽസ് ആർ കാൾഡ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. അത്തരത്തിലുള്ള തന്നെയാണ് നമ്മൾ എന്താ പറയുക ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നു നേച്ചർ ആൻഡ് യൂസസ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. The working papers should be designed and properly arranged and preserved to meet the circumstances of each audit and auditor's needs in respect of audit. വർക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തതും ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം, പ്രോപ്പർലി അറേഞ്ച്ഡ് ആയിരിക്കണം, ഏത് സാഹചര്യത്തിൽ മീറ്റ് ചെയ്യാൻ സർക്കംസ്റ്റാൻസസിൽ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എവിഡൻസുകളും ആയിരിക്കണം. ഇനി നെക്സ്റ്റ് പറയുന്നു വർക്കിംഗ് പേപ്പേഴ്സ് ഷുഡ് ബി സഫിഷ്യൻ്റ്ലി കംപ്ലീറ്റ് ആൻഡ് ഡീറ്റെയിൽ. ദ വിൽ ബി യൂസ്ഫുൾ ഇൻ ദ ഓഡിറ്റർ ആൻഡ് ഓവറോൾ. അല്ലേ, അത് എപ്പോഴും കംപ്ലീറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ഡീറ്റെയിൽഡും ആയിരിക്കണം. ദ വിൽ ബി യൂസ്ഫുൾ ടു ദ ഓഡിറ്റർ ടു ഹാവ് ആൻ ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ്. ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് നമുക്കത് ഡീറ്റെയിൽ ആയിട്ടുള്ളത് ആവശ്യമുണ്ട്. നെക്സ്റ്റ് പറയുന്നു ഓൾ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ആർ ടു ബി ഇൻക്ലൂഡഡ്. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആവണം. ഇഫ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഓഡിറ്റ് ദ വർക്കിംഗ് പേപ്പേഴ്സ് ഫയൽസ് ആർ ടു ബി ക്ലാസിഫൈഡ് ആസ് പെർമനൻറ്റ് ഫയൽസ്. ഒരു കണ്ടിന്യൂസ് ഓഡിറ്റാണ് നടത്തുന്നതെങ്കിൽ അതിനെ നമ്മളൊരു പെർമനൻറ്റ് ഫയലായിട്ട് മാറ്റുന്നുണ്ട്. ഇനി എന്തൊക്കെ കണ്ടൻസാണ്, കണ്ടൻസുകൾ ഞാൻ ജസ്റ്റ് വായിക്കാം, നിങ്ങൾ വായിച്ചാൽ മതി, അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. എന്തൊക്കെ വർക്കിംഗ് പേപ്പറിലുള്ള കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന് ട്രയൽ ബാലൻസ്, ദെൻ ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, ഡിപ്രിസിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഫോർത്ത് വൺ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ ഓഡിറ്റർ ആൻഡ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് റിഗാർഡിംഗ് ദെയർ ബാലൻസ് ഓൺ അക്കൗണ്ട്. നെക്സ്റ്റ് വരുന്നത് ഷെഡ്യൂൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് കൺഫർമേഷൻ ബൈ ദ ബാങ്ക് റിഗാർഡിംഗ് ദ ബാങ്ക് ബാലൻസ് ഓഫ് എ ക്ലയൻറ്റ്. നെക്സ്റ്റ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഡീറ്റെയിൽസ് ഓഫ് ക്യാഷ് ബാലൻസ് ചെക്ക്. നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് റിഗാർഡിംഗ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആൻഡ് ഇറ്റ്സ് വാല്യൂഷൻ.
നെക്സ്റ്റ് വരുന്നു സർട്ടിഫിക്കറ്റ് ഫ്രം ദ മാനേജ്മെൻറ്റ് ദാറ്റ് ഓൾ ഔട്ട്സ്റ്റാൻഡിംഗ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ അക്കൗണ്ട്സ് ഡെബ്റ്റ്സ് ക്ലാസിഫൈഡ് ആസ് ഗുഡ്, ഡൗട്ട്ഫുൾ ആൻഡ് ബാഡ്. 11th വരുന്നു അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. 12th contingent liabilities certified by management. 13th important extract of minutes book regarding the agreement with vendors, book brokers, etc. 14th when the draft of final accounts, detail of the queries made during the course of audit and the explanation given to him. ഇത്രയും ഡീറ്റെയിൽസ് ആണ് അല്ലെങ്കിൽ ഇത്രയും കണ്ടൻ്റ് ആണ് ഒരു ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൽ വരുന്നത്. Then the last topic, purpose, aim or advantages of audit working papers. Purpose, aim, advantage of audit working papers. സിമ്പിൾ ആണ്, പക്ഷേ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഫസ്റ്റ് വൺ, ദീസ് പേപ്പേഴ്സ് ആർ നെസസറി ടു പ്രിപ്പയർ ഓഡിറ്റ് റിപ്പോർട്ട്. എന്താണെന്നൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, ഒക്കെ ഈ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയുന്നത്. സെക്കൻഡ്, ദീസ് പേപ്പേഴ്സ് പ്രൊവൈഡ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഓഡിറ്റ് വർക്ക് ഡൺ ബൈ ഓഡിറ്റർ ടു എസ്റ്റാബ്ലിഷ് ഒപ്പീനിയൻ. തേർഡ് വൺ പറയുന്നത്, ദ വർക്കിംഗ് പേപ്പേഴ്സ് ബിക്കം എ വാല്യുബിൾ ഡോക്യുമെൻ്ററി എവിഡൻസ് ടു ഡിഫൈൻ ദ ഓഡിറ്റർ. ഫോർത്ത് വൺ, ഇറ്റ് സെർവ്സ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫൈനൽ റിപ്പോർട്ട്. Fifth one, they serve as a guide to the auditor in subsequent audit. Then sixth one, the preparation of working paper is a means to give training to the audit clerk. With the help of working papers, the auditor can coordinate and control the audit work efficiently. The working papers will help the auditor to point out the weakness in internal control system, in operation and efficiency of accounting system. In case of transfer of audit staff, the working papers are of great help to continue to audit without duplication of work. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ഇതിലൊരു പോയിന്റ് വിട്ടിട്ടുണ്ട്, അത് ഞാൻ വാട്സപ്പിൽ ഇടുമ്പോൾ കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഓക്കെ, ഇത്രയും ഒരു 5-6 പോയിൻ്റൊക്കെ പഠിച്ചാലും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് ഒന്നുകൂടി പറയാം. ഓഡിറ്റ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മോറാണ്ടം, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഡോക്യുമെൻറ്റേഷൻ, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ മീനിങ്, പിന്നെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, അതിൻ്റെ നേച്ചർ, അതിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത്, ലാസ്റ്റ് പർപ്പസ് ആൻഡ് എയിം ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. സോ എല്ലാവരും ഇത് 2-3 പ്രാവശ്യം കേൾക്കുക, വായിക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.